ഹലോ, എല്ലാവർക്കും സുഖം നേരുന്നു. ഞങ്ങളുടെ വ്ളോഗ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിരുന്നത്. ഇത് ജ്യോതിസ് ആൻ്റണി, പിന്നെ എൻ്റെ പേര് ബിജോ സെബാസ്റ്റ്യൻ. സാധാരണയായി കരിയർ വ്ളോഗ്സ്, അതോടൊപ്പം തന്നെ ഇൻഫർമേറ്റീവ് വ്ളോഗ്സ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സാണ് ഞാൻ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ട്രക്കൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇതുമായിട്ട് സംബന്ധിച്ച് കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ട്രക്ക് ലൈസൻസ് ഒന്ന്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ജോലിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വെൽക്കം ജ്യോതിസ് കുറേ നാൾ ട്രക്ക് ഓടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ലൈസൻസും ഉണ്ട്, പിന്നെ എക്സാമിനർ ആയിരുന്നു, അതായത് ഡ്രൈവിംഗ് എക്സാമിനർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ട്രക്ക് ലൈസൻസ് എങ്ങനെയാണ് എടുക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇവിടെ വരുന്ന ഒട്ടുമുക്കാൽ ആൾക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ട്രക്ക് ലൈസൻസ് എടുക്കുക എന്നുള്ളത്. ട്രക്ക് എടുക്കണമെന്ന് ആഗ്രഹമുള്ള, പ്രത്യേകിച്ച് ആ ഒരു ചിന്തയിൽ ഇവിടെ വരുന്ന ആളുകളും അതിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ളവർ ആദ്യം തന്നെ ഞാൻ പറയുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിപ്പം വന്ന് ആദ്യം തന്നെ ഒരു ഫുൾ ടൈം ജോലിക്കൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ ജീവൻ എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു US വിസ എടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരു ട്രക്ക് ഡ്രൈവർ എന്ന രീതിയിൽ നമുക്ക് ജോലി കിട്ടുക US വിസ ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പം നിങ്ങളൊരു ഫുൾ ടൈം ജോലി ഉണ്ടോ, ഉറപ്പായിട്ടും US വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ടൈം എടുക്കും. ചിലപ്പം 6 മാസം 1 വർഷം വരെയൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഒരു വിസിറ്റിംഗ് വിസ എന്നുള്ള രീതിയിൽ US വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ ജീവൻ എടുക്കുക, പിന്നെ G2 എടുക്കുക, G ലൈസൻസ് എടുക്കുക. സ്റ്റുഡൻസിനും എടുക്കാം. കാരണം സ്റ്റുഡൻസ് ഒത്തിരി പേര് ട്രക്കിങ്ങിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ആ സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് ട്രക്കിങ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവർക്ക് ഫാമിലി ഇവിടെ വൈഫോ അങ്ങനെ പിള്ളേർ അങ്ങനെ ഒന്നുമില്ല തന്നെ ഉള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് ഇഷ്ടം പോലെ ലോങ് ഹോളുകൾ ചെയ്യാൻ നല്ല പൈസ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് അവരുടെ PR-ന് അത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഞാൻ ഈ സമയത്ത് പറയുന്നത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ US വിസയ്ക്ക് ട്രൈ ചെയ്യുക. ഈ ഒരു ടൈമിൽ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവരാണ്, ആ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ടൈമിൽ തന്നെ US വിസ എടുത്തു വെച്ചേക്കുക. കാരണം US വിസ ഇല്ലാണ്ട് ഏത് കമ്പനി പുതിയൊരു ഡ്രൈവറെ ചെന്നാലും അവരെടുക്കത്തില്ല. അത് ഇവിടെയുള്ള പല മലയാളികളും ആ ഒരു കാര്യത്തിൽ അവർക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷേ ഇതുവരെ ഓടിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ നിൽക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ ട്രക്കിങ്ങിന് $8,000-10,000 മുടക്കിയാണ് അവരെടുക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ആഗ്രഹമുള്ളവരോട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ജീവൻ എടുത്തു കഴിഞ്ഞ് G2-ന് പോകുമ്പം നല്ലൊരു ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ നല്ലൊരു സ്കൂളിലും പോയി പഠിക്കുക. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ നിയമങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്കൊരു പോയിൻറ്റ്സും ആ ഒരു ടൈമിലുണ്ടാകില്ല. സപ്പോസ് ഇപ്പം നമ്മളൊരു ട്രാഫിക് വയലേഷനോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഫൈനുകളോ അല്ല നമ്മുടെ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നമുക്ക് ട്രക്ക് ലൈസൻസ് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു പുതിയ ഡ്രൈവർ എന്ന രീതിയിൽ നമ്മൾ പറയുകയാണ്, ഓക്കെ ഞാൻ പുതിയ ഡ്രൈവറാണ് എന്ന് പറഞ്ഞൊരു കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യുമ്പം അവർ പറയും നിങ്ങളുടെ അബ്സ്ട്രാക്റ്റ് കൊണ്ടുവരാൻ പറയും. ആ അബ്സ്ട്രാക്റ്റിനകത്ത് എന്തെങ്കിലും ഒരു പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ആഗ്രഹമുള്ളവർ നന്നായിട്ട് നല്ലൊരിടത്ത് പോയി നന്നായി നിയമങ്ങളനുസരിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചാൽ മാത്രം പോരാ, അവർ ഡ്രൈവ് ചെയ്യുന്ന ടൈമുകളിൽ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഓടിക്കുക. നിങ്ങളുടെ ഹിസ്റ്ററി എപ്പോഴും ക്ലീൻ ആയിരിക്കുക. ട്രക്ക് ഡ്രൈവറിനെ സംബന്ധിച്ച് അവരുടെ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നോ അത് അവരുടെ ജോലിയെ ബാധിക്കും. ഇപ്പം വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ജോലി ചിലപ്പോൾ എന്നേക്കുമായിട്ട് വിടേണ്ടതായിട്ടും വരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ഓക്കെ ആണ് എങ്കിൽ അതനുസരിച്ച് ആദ്യം തന്നെ പോയി മെഡിക്കൽ എടുക്കുക. ആ മെഡിക്കലുമായി പോയി എയുടെ നോളജ് ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് പാസ്സാകുക. എയർ ബ്രേക്ക് നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പഠിക്കുക. കാരണം ട്രക്കിൻ്റെ ഏറ്റവും മെയിൻ കാര്യമാണ് അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം. നമ്മൾ സാധാരണ പോലെ ബ്രേക്ക് ഔട്ടിയല്ല ഒരിക്കലും ട്രക്ക് നിൽക്കുന്നത്, അതിൻ്റെ അത് അല്ലാണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എയർ ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെയുള്ള പല ആളുകളും $200 കൊടുത്താൽ 2 ദിവസം ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പലയിടത്തും പോയി അത് എടുക്കാറുണ്ട്. അവർക്ക് പക്ഷേ എയർ ബ്രേക്ക് എന്നാന്ന് പോലും അറിയില്ല. പക്ഷേ അങ്ങനെയാണ് കൂടുതൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് എയർ ബ്രേക്കിനെ അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ബേസിക് കാര്യമാണ്. അതിൻ്റെ സിസ്റ്റം അറിഞ്ഞില്ലെങ്കിൽ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് പ്രശ്നമായി. പിന്നെ പഠിക്കാൻ പോകുമ്പോഴും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ട്രക്ക് പഠിക്കാമെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. കാരണം ഞാൻ പഠിച്ചത് കേംബ്രിഡ്ജിലുള്ള ചലഞ്ചർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതൊരു കനേഡിയൻ കമ്പനിയാണ്. അവിടെ പോയതിൻ്റെ വ്യത്യാസം എനിക്ക് നന്നായിട്ട് അറിയാം. പകരം നമ്മൾ അല്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ പൈസ മേടിക്കും, നമ്മളെ കൊണ്ട് കുറച്ചൊക്കെ ഓടിക്കുമെന്ന് പറഞ്ഞാലും നമുക്കതൊരു നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കില്ല നമ്മൾ
ടെസ്റ്റ് പാസ്സായപ്പോലും ഉള്ളൂ. പകരം നമ്മൾ ട്രക്കിൽ കയറി പഠിക്കാൻ നോക്കുന്നതിന് പകരം നമ്മൾ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് എവിടെ പോയാലും ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ആ കമ്പനിയുടെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, നമ്മൾ മെൽറ്റ് പ്രോഗ്രാം ഇന്ന ഇടത്ത് ചെയ്തു എന്ന് പറഞ്ഞ്. അതുമായിട്ട് നല്ലൊരു കമ്പനി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വിലയുണ്ട്. പകരം നമ്മൾ പൈസ നോക്കി വളരെ കുറച്ച് ചെറിയ പൈസയ്ക്ക് പഠിപ്പിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി ചെന്നിട്ട് നമ്മളൊരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇന്നോടത്താണ് പഠിച്ചേക്കുന്നത്, ഓക്കെ അപ്പം ഞങ്ങൾ വിളിച്ചേക്കാമെന്ന് പറയുകയുള്ളൂ, അവരൊരിക്കലും വിളിക്കില്ല. ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ട്രക്കേ കയറി ട്രക്കിങ് ബാക്കി ഓടിക്കാൻ പഠിക്കാമെന്ന് പറയുന്നതിന് പകരം അതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാകുക, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഈ ട്രക്കിംഗ് ജോലിക്ക് ഇറങ്ങി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളോടൊന്ന് പറയാമോ? നമുക്ക് എങ്ങനെയാണ് അത് നമ്മുടെ ഫാമിലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണോ, അതോ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്ക് സിംഗിളായിട്ട് നിൽക്കുമ്പോഴത്തേനും അവർക്ക് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണത്. പല ജോലികളും പരിചയപ്പെടാൻ പറ്റുന്ന സമയമാണ്. അപ്പം അവർക്ക് പറ്റിയൊരു ജോലിയാണ്. അപ്പം ജ്യോതിസിൻ്റെ അനുഭവം ഒന്ന് പറയാമോ? ഫാമിലി വർക്ക് ലൈഫ് ബാലൻസ് കാര്യങ്ങളൊക്കെ. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് 2 കുഞ്ഞു പിള്ളേരാണ്. ഞാൻ ട്രക്കിങ് ഇറങ്ങിയ സമയത്തൊക്കെ ഒരാൾ സ്കൂളിൽ പോകുന്നുണ്ട്, ഒരാൾ സ്കൂളിൽ പോകുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലായിരുന്നു, വൈഫും പിള്ളേരും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം നമ്മൾ ലോങ് ഹോളിന് പോകുമ്പം അവർ വീട്ടിലൊറ്റയ്ക്കാണ്. അവരത് ഇപ്പം നമ്മളെ ഒത്തിരി ബാധിച്ചില്ലെങ്കിലും അവരെ അത് ബാധിച്ചെന്നിരിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ ഓടിക്കുന്നത് നൈറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പകൽ കിടന്ന് എന്താണല്ലോ ഉറങ്ങണം. കാരണം ഉറങ്ങാണ്ട് ട്രക്കുമായിട്ട് നമുക്ക് ഓടിച്ചു പോക്ക് നടക്കത്തില്ല. നമ്മൾ ആദ്യത്തെ ഒരു ദിവസമൊക്കെ ചെയ്തെന്നിരിക്കും, പക്ഷേ 2ാമത്തെ 3ാമത്തെ ദിവസം ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നൈറ്റ് ചെയ്യുമ്പം നന്നായിട്ട് ഉറങ്ങി തന്നെ പോകണം. അപ്പം അത് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ട്രക്കിൽ കയറിയപ്പം എനിക്ക് ട്രക്കിങ് വളരെ ഇഷ്ടമാണെന്നുള്ളത്, പൈസ ഉണ്ടാക്കാം, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഞാനപ്പം എനിക്ക് അത് വെച്ച് ഞാൻ വേറെ എന്ത് ചെയ്യാം എന്നുള്ള ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഡ്രൈവർ എക്സാമിനറിൻ്റെ ജോലി കാണുന്നതും ഞാൻ അതിലേക്ക് മാറുന്നതും. അപ്പം ഇപ്പോഴും എനിക്ക് ട്രക്കിങ് ഇഷ്ടമാണ്. AZ ലൈസൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പ്രിഫറൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന മലയാളികൾക്കാണേലും നിങ്ങൾക്ക് ട്രക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നിങ്ങൾ ലോങ് ഹോൾ എന്നുള്ളൊരു ഇത് മാത്രമല്ല. ഇപ്പം ഇതുപോലെ തന്നെ എക്സാമിനറായിട്ട് കൊടുക്കാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ട്രക്കിൻ്റെ AZ ലൈസൻസ് എടുക്കുന്നവരുടെ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അവരിപ്പം സപ്പോസ് റോഡ് ടെസ്റ്റ് കഴിഞ്ഞു, റോഡ് ടെസ്റ്റ് പാസ്സായാൽ ആ സമയത്ത് തന്നെ ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ ചെന്നിട്ട് അവർ പറയുക എനിക്ക് സിയും കൂടെ എടുക്കണം എന്ന് പറയുക. അപ്പം സി എന്ന് പറഞ്ഞാൽ ബസ് ഓടിക്കുന്ന ലൈസൻസാണ്, അതിന് റോഡ് ടെസ്റ്റ് ചെയ്യേണ്ട. അവർ ആ സമയത്ത് പോയിട്ട് പറഞ്ഞ് സിയുടെ നോളജ് ടെസ്റ്റ് എഴുതിയെടുക്കുക. അപ്പം അവർക്ക് ലൈസൻസ് കിട്ടുമ്പം ACZ അല്ലെ AC ആ ഒരു ലൈസൻസ് കിട്ടും. അതൊരു കാരണം അത് വെച്ച് ബസ്സിന് കൊടുക്കാം, അങ്ങനെയൊക്കെ ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ AZ ലൈസൻസ് ഉള്ളവർക്ക് ഇപ്പോൾ ട്രക്ക് ലോങ് ഹോൾ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ ചെറിയ ട്രക്കുകളുണ്ട്, ചെറിയ ലോറികളുണ്ട്, ഗാർബേജ് ട്രക്കുകൾ. അതിനൊക്കെ നല്ല പൈസയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ പോയി വൈകിട്ട് വീട്ടിൽ വരാം, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമുണ്ട്. വീക്കെൻഡ്സ് അവധിയായിരിക്കാം. പ്രത്യേകിച്ച് ഗാർബേജ് ട്രക്കിനൊക്കെ എനിക്ക് തോന്നുന്നു $25 മിനിമം സ്റ്റാർട്ടിങ് ആ ഒരു സാലറി ഉണ്ട്. പ്രത്യേകിച്ച് ടൊറോണ്ടോയിലൊക്കെ സിറ്റി ഓഫ് ടൊറോണ്ടോയുടെ ഒത്തിരി വേക്കൻസികളുണ്ട്. അത് സ്റ്റാർട്ടിങ് $30 സാലറി ഉണ്ട്, എല്ലാ ബെനിഫിറ്റുകളുണ്ട്. പിന്നെ 40 മണിക്കൂർ കഴിഞ്ഞ് ഓവർ ടൈം ഉണ്ട്. അപ്പോൾ ഡെയിലി 8 മണിക്കൂർ കഴിഞ്ഞ് അവർക്ക് ഓവർ ടൈമാണ്. അപ്പോൾ തന്നെ ഒരു ലോങ് ഹോൾ ഡ്രൈവർ ഉണ്ടാക്കുന്നത് കൂടുതൽ പൈസ സിറ്റിയുടെ ജോലിയിൽ, ഒരു സ്റ്റേബിളായിട്ടുള്ള ജോലിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനികളുടെ ചെറിയ ട്രക്കുകൾ, അതിനൊക്കെ ആണെങ്കിലും $25 റേഞ്ചുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി പലതുണ്ട്. ഈ ലോങ് കാലിഫോർണിയ പോകുന്നത് മാത്രമല്ല, അങ്ങനെ പല ചാൻസുകളും ട്രക്കിങ്ങിൽ ഉണ്ട്. ഇതൊക്കെ നല്ല അറിവുകളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റിയൊന്നും അധികം ആൾക്കാർക്ക് നമുക്ക് അറിയില്ല. ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് UAE-യിലുണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുള്ളൊരു കാര്യമാണ്, അവിടുത്തെ ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ള കാര്യം. അവിടുത്തെ ലൈസൻസ് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടുത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ G1 എടുക്കുമ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അന്നേരം തന്നെ Gക്കോ G2നോ ഉള്ള എലിജിബിലിറ്റി കിട്ടും. പിന്നെ അവിടുത്തെ ട്രക്കിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഈ ജോലി അറിയാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ആ ജോലിയിലുണ്ടാകും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെ ഒരു നല്ല ബെനിഫിറ്റുമാണ് അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ ട്രക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ എന്ന് പറയാം, അതിന് എത്ര പൈസയാകും? ചുമ്മാ നമ്മൾ ഫണ്ട് എടുത്ത് പഠിക്കാനുള്ള ഓപ്ഷൻസോ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന പരിപാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അവിടെ? ട്രക്ക് പഠിക്കാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ക്ലീൻ ഡ്രൈവിംഗ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ
US വിസ ഉണ്ടെങ്കിൽ US വിസ മസ്റ്റാണ്. ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ അപ്പം ഞാനത് പറഞ്ഞത് ട്രക്ക് എന്ന ആഗ്രഹമുള്ളവർ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അവർ ആ US വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുക, അവരുടെ ഡ്രൈവിംഗ് ഹിസ്റ്ററി ക്ലീൻ ആക്കി വെക്കുക. പിന്നെ ഇവിടെ ചില കമ്പനികളുണ്ട്, കാരണം ഇവിടെ ട്രക്ക് ഡ്രൈവേഴ്സിനെ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ പല കമ്പനികൾക്കും ഉണ്ട്. അപ്പം ചില കമ്പനികൾ ട്രക്കിങ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വലിയ കമ്പനികൾ. ആ കമ്പനികളിൽ ചിലപ്പോൾ ഇന്ത്യയിനകത്തൊക്കെ അതിൻ്റെ പരസ്യങ്ങൾ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എനിക്ക് അങ്ങനെ കുറേ കമ്പനികളുടെ പേരറിയാമായിരുന്നു, ഇപ്പം പലതിൻ്റെയും പേര് ഞാൻ വിട്ടുപോയി. എന്നാൽ പോലും അങ്ങനെയുള്ള കമ്പനികളിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ അവിടെ അവർക്കൊരു കോൺട്രാക്റ്റ് വേണം, അവർ നമ്മളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പോലും മുടക്കില്ല. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നമുക്കവിടെ ജോലി തന്നിരിക്കും, നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അപ്പം ഈ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇത്രയും ദിവസമായിട്ടോ ഇത്രയും മണിക്കൂറുകളോ നമ്മൾ അവരുടെ ഒരു ഡ്രൈവറിൻ്റെ കൂടെ നമ്മളെ വിട്ടേക്കുവാണ്. അപ്പം നമ്മൾ അവരുറങ്ങുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുക ആ ഒരു കണ്ടീഷനല്ല, അവർ നമ്മുടെ കൂടെ ഇരുന്ന് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പ്രത്യേകിച്ച് US ഒക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ കൂടെ ഒരാളിരുന്ന് നമുക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു വളരെ വലിയ ഉപകാരമാണ്. നമ്മുടെ കോൺഫിഡൻസ് കൂടും, നമുക്ക് നന്നായിട്ടത് പഠിക്കാനും പറ്റും. അങ്ങനെയുള്ള പല കമ്പനികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം US വിസയുണ്ട്, നിങ്ങൾക്ക് ലൈസൻസും കിട്ടിയിട്ടുണ്ടെങ്കിൽ ബൈസൺ പോലുള്ള കമ്പനികളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ട്രെയിനിങ് തരും. അവരുടെ ഒരു 2 മാസത്തെ 3 മാസത്തെ അങ്ങനെ എന്തോ ആണ് അവരുടെ ഒരു ട്രെയിനിങ് പീരീഡ്. ആ ടൈമിലും ഇതുപോലെ തന്നെ ഒരാൾ 1-to-1 ട്രെയിനിങ് കിട്ടും. അപ്പം ആ സമയത്ത് നമുക്ക് അത്യാവശ്യം ചെറിയൊരു പൈസ സാലറിയും കിട്ടും. പക്ഷേ ഇതൊക്കെ കോൺട്രാക്റ്റ് കാണും. എന്നാൽ പോലും നമുക്കത് വളരെ ഉപകാരപ്പെടും. പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും ആർക്കാണെങ്കിലും അത് പറ്റും. അത് തീർച്ചയായിട്ടും ആളുകൾ അത് പറ്റുമെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുകയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ട്രക്കിൽ കയറി നമ്മൾ ജോലി ചെയ്യാൻ നമ്മൾ ഓടിച്ച് പഠിക്കാൻ ചെയ്യുന്നതിന് വരെ നമ്മൾ ഒരാളുടെ കൂടെ 1-to-1, പ്രത്യേകിച്ച് നമുക്ക് ന്യൂ ഡ്രൈവേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് ഉള്ളപ്പോൾ അത് മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫണ്ട് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല എങ്കിൽ ഇവിടെ വിൻഡ് മിൽ എന്ന് പറഞ്ഞാൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് ന്യൂ കമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇപ്പം ട്രക്കിങ്ങിന് മാത്രമല്ല, ഇപ്പം നേഴ്സിങ്ങോ അങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഫഷനിലേക്ക് പോകാനായിട്ട് അവർ സപ്പോർട്ട് ചെയ്യും. അതിനുള്ള ഫണ്ട് തന്ന് സപ്പോർട്ട് ചെയ്യും. അതിന് ചെറിയ പലിശയേ ഉള്ളൂ. അത് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി അതിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ ഞാനതങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറയും ഞാൻ അങ്ങനെ എടുത്താണ്. അപ്പോൾ എനിക്ക് ട്രക്കിൽ പഠിക്കാനുള്ള പൈസ അവർ തന്നു. നമ്മൾ 3.5% എനിക്ക് പലിശയുള്ളൂ. അത് 3 വർഷം 36 മാസം കൊണ്ട് അത് അടച്ചു തീർത്താൽ മതി. അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് ട്രൈ ചെയ്യാൻ വിൻഡ് മില്ലിൽ നിന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും അത് കിട്ടും. അപ്പോൾ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ഫണ്ടിങ്ങിനെ പറ്റിയും കിട്ടിയ. അതിനോട് ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കാനഡയിൽ പുതിയതായിട്ട് വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചും PR വരുന്നവർക്ക് പല ഫണ്ടിങ്സും അവൈലബിൾ ആണ്. അതിനുവേണ്ടി കനേഡിയൻ സ്കിൽസിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ തന്നെ കമ്പനിയാണത്. അപ്പം ഞങ്ങളിങ്ങനെയുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഫണ്ടിങ്ങിന് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു വലിയ നല്ല ഇൻഫർമേഷനാണ്. കാരണം ചെറിയ പലിശയ്ക്കാണെങ്കിലും എടുത്ത് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ചിലർക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാനും പറ്റും. ഈ സ്കൂൾ ബസ്സൊക്കെ ഓടിക്കാൻ വേണ്ടി അതെന്താ പരിപാടി? എന്ത് ലൈസൻസാണ് അത് എടുക്കുന്നത്? സ്കൂൾ ബസ്സിന് B ലൈസൻസാണ്. B ലൈസൻസ് എന്ന് പറയുന്നത് അത് സാധാരണ ഇവിടെ സ്കൂൾ ബസ്സുകൾ ഉള്ള കമ്പനികളിൽ തന്നെ അവരാണ് ആ ലൈസൻസിന് ട്രെയിനിങ് തരുന്നതൊക്കെ. അപ്പം അതിനകത്ത് ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം B ലൈസൻസ് എടുക്കാൻ ആഗ്രഹമുള്ളവർ ഏതെങ്കിലും ഒരു സ്കൂൾ ബസ്സിനെ കോൺടാക്ട് ചെയ്യും. ഇവിടെ ഒത്തിരി കമ്പനികളുണ്ട്. അവർക്ക് ഇവിടെ സ്കൂൾ ബസ് ഓടിക്കാൻ ഡ്രൈവേഴ്സ് ഇല്ല. അവർ ശരിക്കും ആൾക്കാരെ നോക്കിയിരിക്കുകയാണ്. അതിനും വേണ്ടത് നമുക്കൊരു ക്ലീൻ ഡ്രൈവിംഗ് ഹിസ്റ്ററി. ഇതിനെല്ലാം ക്ലീൻ ഡ്രൈവിംഗ് ഹിസ്റ്ററി മസ്റ്റാണ്. അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസിന് ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്കൂൾ ബസ്സിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പനികളെ കോൺടാക്ട് ചെയ്ത് അവർ നമുക്ക് ഫ്രീ ട്രെയിനിങ് തരും. പിന്നെ നമുക്ക് ട്രെയിനിങ് തരുന്ന ആൾ തന്നെയായിരിക്കും സ്കൂൾ ബസ്സിൻ്റെ ടെസ്റ്റ് എടുക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ലാണ്ട് സ്കൂൾ ബസ്സിൻ്റെ ഓടിക്കാൻ പറ്റും. പിന്നെ അതൊരു നല്ല ജോലിയാണ്. കാരണം നമുക്ക് വീക്ക് ഡേയ്സിൽ മാത്രമാണ് രാവിലെ ഇത്രയും ടൈം വൈകിട്ട് ഇത്രയും ടൈം എന്നാൽ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള സാലറി കിട്ടും. ഇപ്പോൾ സ്കൂളില്ലാത്ത ടൈമുകളിൽ നമുക്ക് EIക്കും കൊടുക്കാൻ സാധിക്കും. അപ്പം തീർച്ചയായിട്ടും അത് ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ. നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ തന്നെ ചെയ്യുക. നിങ്ങളുടെ എഴുതിയാൽ മതി, അവിടെ ഞങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ജ്യോതിസിൻ്റെ ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, ലണ്ടനിലാണ്. അപ്പോൾ ഇദ്ദേഹം പുതുതായിട്ട് വരുന്നവരെയൊക്കെ ട്രെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ പഴയ വ്ളോഗ് നിങ്ങൾ ഒന്ന് നോക്കുക. അതിൽ ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ. എങ്ങനെ ഒരു പുതിയ G2 ഡ്രൈവർ അല്ലെങ്കിൽ G ഡ്രൈവർ ആകാം, പിന്നെ G1 എക്സാം എങ്ങനെ ബുക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇതുപോലെ വ്ളോഗ്സ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ മെസ്സേജ് ചെയ്യുക. സമയം പോലെയൊക്കെ ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.